ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 16. ദ്വാവിമോ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. വിവർത്തനം: പുരുഷന്മാർ രണ്ടുവിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. ഭാവാർത്ഥം: ഭഗവാൻ വ്യാസദേവനായി അവതരിച്ച് വേദാന്ത സൂത്രം രചിച്ചു എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഇവിടെ ആ വേദാന്ത സൂത്രങ്ങളുടെ പൊരുൾ സംക്ഷിപ്തമായി പ്രതിപാദിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ജീവസത്തകളെ പൊതുവെ രണ്ടായി തിരിക്കാം: തെറ്റുപറ്റാവുന്നവയും അല്ലാത്തവയും. പരമപുരുഷന്റെ നിത്യ വിഭിന്നാംശങ്ങളാണ് ജീവസത്തകൾ. ഭൗതിക ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ജീവഭൂതർ എന്ന് പറയുന്നു. ക്ഷരഃ സർവാണി ഭൂതാനി എന്നതുകൊണ്ട് അവർക്കു വീഴ്ച പറ്റാം എന്നർത്ഥം. ഭഗവാനോട് ഏകീഭവിച്ചിട്ടുള്ളവരാകട്ടെ വീഴ്ചകളില്ലാത്തവരും. ഏകീഭവിക്കുക എന്നതുകൊണ്ട് അവർക്ക് വ്യക്തിത്വമില്ലെന്നർത്ഥമാകുന്നില്ല, അനൈക്യമില്ലെന്നു മാത്രമാണർത്ഥം. സൃഷ്ടിയുടെ ഉദ്ദേശ്യത്തിനനുകൂലരാണ് ഈ ജീവാത്മാക്കൾ. ആത്മീയ ലോകത്തിൽ സൃഷ്ടി എന്നൊന്നില്ല. എങ്കിലും വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ സർവബഹിസ്ഫുരണങ്ങളുടെയും ഉത്പത്തി ഭഗവാനിൽ നിന്നാകയാൽ ഈ ആശയം സ്വീകാര്യമാണ്. ഭഗവത് വചനമനുസരിച്ച് ജീവസത്തകൾ രണ്ടു വിധത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് വേദങ്ങൾ തെളിവ് നൽകുന്നതിനാൽ സംശയത്തിനിടയില്ല തന്നെ. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമായുള്ള ബന്ധത്താൽ ജീവസത്തകൾ അസ്ഥിരങ്ങളായ ഭൗതിക ശരീരങ്ങളിൽ പെട്ടു ഉഴലുന്നു. ജീവൻ ബദ്ധനായിരിക്കുന്ന കാലത്തോളം ഭൗതിക സമ്പർക്കത്താൽ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. ഭൗതിക പദാർത്ഥങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് ജീവസത്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ദേഹം പദാർത്ഥ നിർമ്മിതമല്ല, അതുകൊണ്ട് അതിന് മാറ്റവുമില്ല. ഭൗതിക ലോകത്തിൽ ജീവികൾക്ക് 6 വിധം മാറ്റങ്ങളാണുണ്ടാവുക: ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുൽപാദനം, ക്ഷയം, നാശം എന്നിവയാണവ. ഇവയെല്ലാം ഭൗതിക ശരീരത്തിൻ്റെ മാറ്റങ്ങളാണ്. ആധ്യാത്മിക ലോകത്തിൽ ശരീരത്തിന് മാറ്റങ്ങളില്ല. വാർദ്ധക്യമോ ജനന മരണങ്ങളോ ഇല്ല. എല്ലാം ഏകഭാവത്തിൽ വർത്തിക്കുന്നു. ക്ഷരസർവാണി ഭൂതാനി. ആദിമ സൃഷ്ടിയായ ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങൾക്ക് ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതിക സത്തയുടെ സമ്പർക്കമാണതിന് കാരണം. ക്ഷരങ്ങളാണവ. ആധ്യാത്മിക ലോകത്തിലാകട്ടെ ജീവാത്മാക്കൾ എന്നും മുക്തന്മാരും ഏകീഭൂതരുമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.